ഇന്ത്യയുടെ തുടക്കം. ഒരു നിമിഷം കണ്ണടച്ച് ചിന്തിക്കൂ. നാം ഇപ്പോഴല്ല, 5000 വർഷങ്ങൾക്കു മുൻപ് ഇന്ത്യയിലാണ്. ചുറ്റും നോക്കുമ്പോൾ ഇന്നത്തെ പോലെ വലിയ കെട്ടിടങ്ങളില്ല. പക്ഷേ അതിനേക്കാൾ അത്ഭുതകരമായ ഒരു ലോകം. നേരായ റോഡുകൾ, ഒരേ രീതിയിൽ പണിത വീടുകൾ, വീടുകൾക്കുള്ളിൽ വെള്ളമൊഴുകാൻ ഡ്രെയിനേജ് സിസ്റ്റം വരെ. അതാണ് ലോകം അത്ഭുതത്തോടെ നോക്കുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ. ആ കാലത്ത് തന്നെ ആളുകൾ എത്ര മുന്നിലായിരുന്നു എന്ന് ചിന്തിച്ചാൽ തന്നെ അത്ഭുതം തോന്നും. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ആളുകൾ വയലുകളിൽ കൃഷി ചെയ്യാൻ പോകും. ചിലർ വിപണിയിൽ വിൽപ്പനയ്ക്കായി സാധനങ്ങൾ തയ്യാറാക്കും. നദിക്കരയിൽ വലിയ ബോട്ടുകൾ നിൽക്കും. അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ പോകും. അതായത് ഇന്ത്യയ്ക്ക് അന്നുതന്നെ ലോകവുമായി ബന്ധമുണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ കൈകളാൽ മനോഹരമായ പാത്രങ്ങളുണ്ടാക്കുന്നവർ, സ്വർണവും കല്ലും ഉപയോഗിച്ച് ആഭരണങ്ങൾ തയ്യാറാക്കുന്നവർ, വസ്ത്രങ്ങൾ നെയ്യുന്നവർ. ഒരു സാധാരണ ജീവിതമല്ല, ഒരു കംപ്ലീറ്റ് സിവിലൈസേഷനായിരുന്നു അത്. പക്ഷേ ഈ സന്തോഷകരമായ ലോകം എന്നേക്കുമായി തുടരുന്നില്ല. ഒരു ദിവസം ഈ വലിയ നഗരങ്ങൾ ശൂന്യമായി മാറി. വീടുകളുണ്ടായിരുന്നു, റോഡുകളുണ്ടായിരുന്നു, പക്ഷേ ആളുകളില്ല. എന്തു സംഭവിച്ചു? വലിയ വെള്ളപ്പൊക്കമോ? കാലാവസ്ഥയിലെ വലിയ മാറ്റമോ? ഇന്നും അതിന് ശരിയായ ഉത്തരമില്ല. അതുകൊണ്ടാണ് ഇതിന്നും ഒരു മിസ്റ്ററിയായി തുടരുന്നത്. പക്ഷേ ഇന്ത്യയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ശൂന്യമായ ഭൂമിയിലേക്ക് ഒരു പുതിയ ജനവിഭാഗം എത്തുന്നു. അവരാണ് ആര്യൻസ്. ആര്യന്മാർ ഇന്ത്യയിലെത്തിയതിനു ശേഷം ഈ ഭൂമി വീണ്ടും മാറാൻ തുടങ്ങി. അവർ വലിയ നഗരങ്ങളിൽ താമസിച്ചിരുന്നവരല്ല, പകരം തുറന്ന നിലങ്ങളിൽ പ്രകൃതിയോടൊപ്പം ജീവിച്ചവരാണ്. അവർ കുതിരകളോടൊപ്പം യാത്ര ചെയ്തു. കുടുംബങ്ങളായി കൂട്ടം ചേർന്ന് പുതിയ സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചു. അവരുടെ ജീവിതം വളരെ സിമ്പിളായിരുന്നു, പക്ഷേ അതിൽ ശക്തിയും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. അവർ കൃഷിയും പശുപാലനവും ചെയ്തു. പശുക്കൾ അവരുടെ സമ്പത്തായി കണക്കാക്കിയിരുന്നു. അവരുടെ സമൂഹത്തിൽ കുടുംബത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഒരു കുടുംബം, ഒരു ഗോത്രം, അങ്ങനെ വലിയ കൂട്ടങ്ങളായി അവർ ജീവിച്ചു. വൈകുന്നേരങ്ങളിൽ അവർ അഗ്നിക്ക് ചുറ്റും കൂടിയിരുന്നു. ഗാനങ്ങളും പ്രാർത്ഥനകളും നടത്തി. അവർ വിശ്വസിച്ചത് പ്രകൃതിയെ, സൂര്യൻ, മഴ, കാറ്റ്, ഇവയെല്ലാം ദേവന്മാരായി അവർ കണ്ടു. ഈ വിശ്വാസങ്ങളിൽ നിന്നാണ് പിന്നീട് വലിയൊരു സംസ്കാരം രൂപപ്പെട്ടത്. അതാണ് വേദിക് പീരിയഡ്. ഈ കാലത്ത് വേദങ്ങൾ എന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾ രൂപപ്പെട്ടു. ഋഗ്വേദ ലോകത്തിലെ ഏറ്റവും പഴയ ഗ്രന്ഥങ്ങളിലൊന്നായി ഇന്നും അറിയപ്പെടുന്നു. വേദങ്ങളിൽ ജീവിതത്തെക്കുറിച്ചുള്ള അറിവും പ്രാർത്ഥനകളും ആചാരങ്ങളുമെല്ലാം ഉൾപ്പെട്ടിരുന്നു. പക്ഷേ സമയം കടന്നുപോകുമ്പോൾ അവരുടെ സമൂഹത്തിൽ മാറ്റങ്ങളുണ്ടായി. ആളുകൾ അവരുടെ ജോലികൾ അടിസ്ഥാനമാക്കി വ്യത്യസ്ത വിഭാഗങ്ങളായി മാറി. ഇതു പിന്നീട് വലിയ ഒരു സാമൂഹിക വ്യവസ്ഥയായി മാറി. അതിനൊപ്പം രാജാക്കന്മാരും ശക്തമായ രാജ്യങ്ങളും രൂപപ്പെടാൻ തുടങ്ങി. ഈ ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ് പിന്നീട് ഇന്ത്യയിൽ വലിയ സാമ്രാജ്യങ്ങൾ ഉയർന്നത്. അതായത് ആര്യന്മാർ വന്നത് വെറും ഒരു മാറ്റമല്ല, ഇന്ത്യയുടെ ഭാവി തന്നെ മാറ്റിയ ഒരു വലിയ തുടക്കമായിരുന്നു. ഇന്നും നമ്മൾ കാണുന്ന പല സംസ്കാരങ്ങളും ആ കാലത്തു നിന്നാണ് ആരംഭിച്ചത്. ഇതാണ് ആര്യന്മാരുടെ കഥ, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ്. ഇതിന് ശേഷം എന്തു സംഭവിച്ചു? ഇന്ത്യയിലെ ആദ്യ രാജ്യങ്ങൾ എങ്ങനെയുണ്ടായി? അടുത്ത വീഡിയോയിൽ കാണാം.